അതിജീവനത്തിന്റെ ദുഷ്കരമായ വെല്ലുവിളിയാണ് ഇടുക്കി ജില്ല എന്നും നേരിടുന്നത്. എന്നാൽ ഓരോ വെല്ലുവിളിയും അവസരമാക്കുന്നവരാണ് ഈ ജില്ലയിലുള്ളത്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പ്രകൃതിയുടെ സംഹാര താണ്ഡവങ്ങളോടും എല്ലാം പൊരുതി ജയിച്ചവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇവിടെയുള്ള കർഷകർ. അതേ അതിജീവന ശേഷി കൈമുതലായി സൂക്ഷിക്കുന്ന തൊടുപുഴ മുതലക്കോടം പള്ളത്തുവീട്ടിൽ തോമസ് മാത്യു പാട്ടഭൂമിയിൽ വിയർപ്പ് വിതച്ച് കാർഷിക വിജയം കൊയ്തെടുക്കുകയാണ്. തൊടുപുഴ മുനിസിപ്പൽ അതിർത്തിയിൽ തന്നെ 12 ഏക്കറോളം ഭൂമിയാണ് പാട്ടത്തിനടുത്ത് ഇഞ്ചി, മഞ്ഞൾ, ഏത്തവാഴ തുടങ്ങിയവ കൃഷി ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് സ്വന്തമായി 70 സെന്റ് ഭൂമിയാണുള്ളത്. അതിൽ റബ്ബറും ജാതിയും നട്ടിരിക്കുന്നു. ഇവിടുത്തെ മണ്ണ് പരിശോധനയിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം സാധാരണ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ജൈവവള പ്രയോഗം മാത്രമാണ് ഇപ്പോഴും നടത്തുന്നത്. 6 ഏക്കർ പാട്ടഭൂമിയിൽ വ്യാപകമായി ഇഞ്ചിയും മഞ്ഞളും നട്ടിരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും ഗന്ധവും സ്വാദും നൽകുന്ന സുഗന്ധ മസാല വിളകളാണെങ്കിലും ഇവയുടെ വില നിലവാരം എപ്പോഴും ഒരേ തോതിലായിരിക്കില്ല. ഇഞ്ചിക്കും മഞ്ഞളിനും കൃഷിരീതിയിൽ വലിയ മാറ്റമില്ല. വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ഇഞ്ചി നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. മഞ്ഞളിന് തണലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചി കൃഷിയിൽ ഹിമാചൽ ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ കൃഷിക്കുള്ള നിലമൊരുക്കിയിടും. ഏപ്രിൽ ആദ്യം തന്നെ ഇഞ്ചി നടുകയാണ് തോമസിന്റെ പതിവ്. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യമൊരുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈർപ്പം അധികമാകുമ്പോൾ മൂടുചീയൽ രോഗസാധ്യതയും വർദ്ധിക്കുന്നു. ഏകദേശം 1 മീറ്റർ വീതിയിലും 8 മീറ്റർ നീളത്തിലും 25 സെന്റിമീറ്റർ ഉയരത്തിലും ഇഞ്ചിക്കണ്ടങ്ങൾ നിർമ്മിക്കേണ്ടതാണ്. ഓരോ കണ്ടവും തമ്മിൽ 1/2 മീറ്ററെങ്കിലും അകലം പാലിച്ചിരിക്കണം. വെള്ളം വാർന്നു പോകാൻ ഇത് നല്ലതാണ്. ഇഞ്ചിക്കണ്ടത്തിൽ 1/2 അടി അകലത്തിൽ ചെറിയ കുഴിയെടുത്ത് അതിൽ ഇഞ്ചി വെച്ച് കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് മൂടും. വിത്ത് ഇഞ്ചി 2 മാസം കൂടി അധികം മൂപ്പായതിനു ശേഷമാണ് പറിച്ചെടുക്കുന്നത്. സാധാരണ ഇഞ്ചി 6 മാസമാകുമ്പോൾ വിളവെടുപ്പ് നടത്താം. എന്നാൽ ഇദ്ദേഹം 8 മാസമാകുമ്പോഴേ വിളവെടുക്കാറുള്ളൂ. പൂർണ്ണമായും തണ്ട് ഉണങ്ങിയതിനു ശേഷം വിളവെടുക്കുന്ന ഇഞ്ചി ചെറു കഷണങ്ങളായി മുറിച്ചെടുത്ത് നടുന്ന രീതിയാണ് ഇവിടെ തോമസ് മാത്യു സ്വീകരിക്കാറുള്ളത്. ഇഞ്ചി നട്ട് അതിന് മുകളിൽ ചവറിട്ട് മൂടും. മൂന്നര ഏക്കർ മുകളിൽ ഇഞ്ചിയുണ്ട്, 1 ഏക്കർ മുകളിൽ മഞ്ഞളുണ്ട്, പിന്നെ ഒരു 3500 വാഴ മുകളിൽ ഏത്തവാഴയുണ്ട് എനിക്ക്, പിന്നെ പൂവമ്പാഴയുണ്ട് ഒരു 300 പൂവമ്പാഴ.
ഞാനിപ്പോൾ നിലവിൽ 10-12 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്. പല ആൾക്കാരുടെ പറമ്പിൽ എനിക്ക് പടന്ന് തരുവാണ് ആൾക്കാർ. എല്ലാ ചിലവും കഴിഞ്ഞ ഒരു 7-8 ലക്ഷം രൂപയോളം ചിലവ് വരും ഇഞ്ചി കൃഷി. ഇതെല്ലാം മെയിനായിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ബാക്കി ഒരു 8 ലക്ഷം രൂപയോളം ഒരു വർഷം വെച്ച് എനിക്ക് ബാക്കി വയ്ക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ കൃഷിയിൽ നിന്നാണ് എൻ്റെ വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയതും ഒക്കെ ആയത്. കൊച്ചിൻ്റെ പഠിത്തവും എല്ലാ കാര്യങ്ങളും. എനിക്ക് കൃഷി ഇതുവരെ നഷ്ടം വന്നിട്ടില്ല. പിന്നെ ശരാശരി ഒരു വാഴക്കൊല എനിക്ക് 13.5 കിലോ മുകളിലുണ്ടാകും കഴിഞ്ഞ കൊല്ലം വിറ്റപ്പോൾ എല്ലാം കൊണ്ടും. ഇഞ്ചി ആയാലും ഒന്നായിട്ടാണ് പറിച്ച് കൊടുക്കാറുള്ളത്. അവർ വിത്തുകാർ വന്ന് കൊണ്ടുപോവാണ്. പാലക്കാടുകാരാണ് കൊണ്ടുപോകുന്നത് വിത്തായിട്ട് മെയിനായിട്ട്. അവർ വരുവാണെങ്കിൽ 500 തില വെച്ചാണ് ഒരു പാർട്ടി എടുക്കുന്നത്. 500-1000 തില. അതാണ് കൂടുതൽ കൃഷി ചെയ്താലാണ് നമുക്ക് വിജയമുള്ളൂ. മുള വന്ന് 15 ദിവസം കഴിയുമ്പോൾ ഒരു വളപ്രയോഗം നടത്താറുണ്ട്. അത് കഴിഞ്ഞ് 2 മാസം കടലപ്പിണ്ണാക്കിട്ട് കൊടുക്കും. മഴയില്ലാത്ത സമയം നോക്കി ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ ഇഞ്ചിക്ക് ചുറ്റും മഞ്ഞൾ നട്ടിരിക്കുന്നു. ഒരു പരിധിവരെ കീടബാധ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് തോമസ് പറയുന്നത്. ഇഞ്ചിക്ക് ഇടവിളയായി പച്ചമുളക്, വഴുതന തുടങ്ങിയവയും ഇവിടെ നട്ടിരിക്കുന്നു. 100 ചുവട് മുളക് ഈ കൃഷിയിടത്തിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നുമില്ല. കുരു പാകി തൈയാക്കിയാണ് ഇവിടെ നടുന്നത്. നല്ല ആദായം ലഭിക്കുന്നുണ്ട്. ഒരു ചുവട്ടിൽ നിന്ന് 2 കിലോ മുളക് വരെ ഏറ്റവും കുറഞ്ഞത് ലഭിക്കും. വഴുതനയും ഇതുപോലെ തന്നെയാണ്. ചെറിയ പ്ലാസ്റ്റിക് കൂടയിൽ കുരുപാകി മുളപ്പിച്ച് ഇഞ്ചി തടത്തിന്റെ പുറമെയായി നട്ടിരിക്കുന്നു. ഇതിനും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. ഒരു ചെടിയിൽ നിന്ന് 3-4 കിലോ വഴുതനങ്ങ ലഭിക്കുന്നുണ്ട്. 150 ചുവട് വഴുതനയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതിനിടയിൽ പാവലും പയറും കൂടി നടാറുണ്ട് എന്നുള്ളതാണ്. ഏപ്രിലിൽ നടുന്ന ഇഞ്ചിയുടെ വശങ്ങളിലായി സെപ്റ്റംബറിൽ പയറും പാവലും നട്ടുകൊടുക്കും. ഒരു തടത്തിൽ 4 എണ്ണം വീതം നടുന്ന പതിവാണ് ഇവിടെയുള്ളത്. ചെറിയ കമ്പ് കുത്തി ഇഞ്ചിയുടെ മുകളിലേക്ക് പടർത്തിവിടും. ആ സമയമാകുമ്പോൾ ഇഞ്ചി വിളഞ്ഞിരിക്കും. പിന്നീടുള്ള 2 മാസം പയറും പാവലും വിളവെടുത്ത ശേഷം എല്ലാം പറിച്ചു കളയുകയും ഇഞ്ചി വിളവെടുക്കാൻ തുടങ്ങുകയും ചെയ്യും. വിത്തിഞ്ചിയാകാൻ 2 മാസം കൂടുതൽ സമയമെടുക്കുമ്പോൾ ആ 2 മാസം പാവലും പയറും വിളവെടുക്കാൻ പാകത്തിനാണ് ഇവിടെ നടുന്നത്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എല്ലാ കൃഷികളുള്ള അല്ലെങ്കിൽ പാട്ടകൃഷി ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി വരുന്ന ആളാണ് സൈമൺ ചേട്ടൻ. പാട്ടകൃഷിയിലായാലും സ്വന്തം സ്ഥലത്തായാലും വാഴക്കൃഷിയും ഇഞ്ചിക്കൃഷിയും മഞ്ഞൾ കൃഷിയും എല്ലാ വർഷവും ഒരു വർഷം പോലും ഇടപെടാതെ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് സൈമൺ ചേട്ടൻ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും തൊഴിലുറപ്പ് മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും സൈമൺ ചേട്ടന് ചെയ്തു കൊടുക്കാറുണ്ട്. സ്കീം തലത്തിലായാലും SHM പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള സ്കീമുകൾ നമുക്ക് ഇഞ്ചി കൃഷി ഏരിയ എക്സ്പാൻഷൻ ആയാലും മഞ്ഞൾ കൃഷിക്കും വാഴക്കൃഷിക്കും ഉൾപ്പെടെ സൈമൺ ചേട്ടൻ ചെയ്യുന്ന എല്ലാ കൃഷികൾക്കും നമ്മൾ സബ്സിഡി ഇനത്തിൽ പൈസ ക്യാഷായിട്ടും പിന്നെ മറ്റ് ഇൻഫർമേഷൻസ് ഓരോ സമയത്തും വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമ്മൾ അവാർഡുകൾ കൂടെ നൽകി ആ ചേട്ടനെ നമ്മൾ ഈ കൃഷിയിൽ പിടിച്ചെടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധ ഊന്നുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലായാലും സൈമൺ ചേട്ടൻ ചെയ്യുന്ന കൃഷി കൂടുതൽ ഊർജ്ജസ്വതയോടുകൂടി ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പത്നി പൂർണ്ണമായ സപ്പോർട്ടോട് കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇഞ്ചി കൃഷിയിലായാലും ഏത് കൃഷിയിലും പുള്ളിക്കാരത്തി എപ്പോഴും സൈമൺ ചേട്ടൻ്റെ കൂടെ തന്നെ ഉള്ളത് നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. ഏത് സമയത്ത് ചെന്നാലും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവർ കൃഷിയിൽ രണ്ടുപേര് ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇഞ്ചി മണ്ണിലെ വെള്ളം വലിച്ചെടുക്കുന്ന വിളയായതുകൊണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇഞ്ചി നടുന്നത് അത്ര നല്ലതല്ല. സാധാരണയായി ഇഞ്ചിയിൽ കണ്ടുവരുന്ന 3 തരം വ്യത്യസ്ത രോഗങ്ങളാണ്: മഞ്ഞളിപ്പ്, വാട്ടം, അഴുകൽ തുടങ്ങിയവ.
മഞ്ഞളിപ്പ് ഒരു കുമിൾ രോഗമാണ്. വർഷകാലത്താണ് ഇതിന്റെ തീവ്രത വർദ്ധിക്കുന്നത്. കൂടുതൽ അഴുകലുണ്ടെങ്കിൽ ചുവടെ പറിച്ചു കളഞ്ഞ് കാർബൻഡാസിം എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മറ്റു ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുക. വാട്ടരോഗം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇതിനെ ആന്റിബയോട്ടിക് കൊണ്ട് നിയന്ത്രിക്കാമെങ്കിലും ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് ചുവട്ടിൽ മണ്ണോടുകൂടി പിഴുതു കളയുന്നതാണ് നല്ലത്. അതിനുശേഷം ബ്ലീച്ചിംഗ് പൗഡർ ചെടിയിൽ തൊടാതെ 200 ഗ്രാം 1 സെന്റിന് എന്ന കണക്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. അഴുകൽ അല്ലെങ്കിൽ കടചീയലും ഒരു കുമിൾ രോഗമാണ്. ഇതും വന്നു കഴിഞ്ഞാൽ ചുവടെ പറിച്ചു കളഞ്ഞ് കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇലപ്പുള്ളി രോഗത്തിനും ഇത് നല്ലതാണ്. മണ്ണ് ജന്യമായ ഈ 3 രോഗങ്ങളും ഉണ്ടാകാതിരിക്കാൻ വിളചംക്രമണം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഇഞ്ചിക്ക് അടിവളമായി ട്രൈക്കോഡെർമയിൽ വേപ്പിൻ പിണ്ണാക്കുമായി യോജിപ്പിച്ച് ഇട്ടുകൊടുക്കുന്നതും നല്ലതാണ്. നാടൻ മഞ്ഞളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 5 അടി വീതിയിൽ 3 നിര കുഴി കുത്തും. അതിൽ മഞ്ഞൾ വെച്ച് ചാണകപ്പൊടി, കോഴിവളം തുടങ്ങിയവ ഇട്ട് മൂടും. മുളച്ചു വന്നതിന് ശേഷം 1 പ്രാവശ്യം ചാരമിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബാക്കി വളപ്രയോഗമെല്ലാം ഇഞ്ചിയുടേതുപോലെ തന്നെയാണ്. മഞ്ഞളിന് ഇഞ്ചിയേക്കാൾ 2 മാസം മൂപ്പ് കൂടുതലാണ്. ഇവിടെ 500 കിലോ മഞ്ഞളാണ് നട്ടിരിക്കുന്നത്. ഇഞ്ചിയും മഞ്ഞളും എല്ലാം 10 മുതൽ 15 ഇരട്ടിയാണ് വിളവ് തരുന്നത്. മഞ്ഞളിന് പൊതുവെ രോഗബാധ കുറവാണ്. വിലയും ഇഞ്ചിയേക്കാൾ കുറവാണ്. കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് മഞ്ഞൾ വിൽക്കുന്നത്. ജനുവരിയിൽ വിളവെടുപ്പിന് പാകമാകും. മഞ്ഞളിന് ചെലവ് കഴിഞ്ഞ് 1.25 ലക്ഷം രൂപ ലാഭം കിട്ടുമെന്ന് തോമസ് പറയുന്നു. വിത്തിഞ്ചിയായി വിൽക്കുന്നതുകൊണ്ട് കിലോയ്ക്ക് 100 രൂപ ലഭിക്കും. സമയമാകുമ്പോൾ പാലക്കാട്ട് നിന്നും സ്ഥിരം കർഷകർ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകും. 15,000 കിലോയിൽ കുറയാതെ ഇഞ്ചി വിൽക്കുകയും ചെലവ് കഴിഞ്ഞ് 9 ലക്ഷം രൂപയിൽ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തൊടുപുഴ ബ്ലോക്കിലെ ഒരു മികച്ച കർഷകനാണ് ശ്രീ തോമസ് മാത്യു. അദ്ദേഹം തന്റെ കൃഷി ചെയ്യുന്നതെല്ലാം പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും തന്റെ കൃഷിയെ വളരെ ലാഭത്തിലെത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പാട്ടത്തിനെടുക്കുന്ന സ്ഥലങ്ങൾ ഒരു സമ്മിശ്രിത കൃഷി എന്ന രീതിയിൽ തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. തനിക്ക് ലഭിച്ച ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീ തോമസ്. അദ്ദേഹത്തിന്റെ ഈ കൃഷിയിലൂടെയുള്ള താല്പര്യം മൂലം ഞങ്ങൾ ആത്മ പദ്ധതിയിൽ ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആത്മയിൽ നിന്ന് ഡെമോൺസ്ട്രേഷന്റെ ഫണ്ട് അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. മഞ്ഞൾ നട്ടിരിക്കുന്നതിന്റെ വശങ്ങളിലായി 200 ചുവട് കപ്പയും നട്ടിരിക്കുന്നു. ഒട്ടും സ്ഥലം പാഴാക്കാതെ ആവശ്യമുള്ളതെല്ലാം നടുകയും അതിൽ നിന്നെല്ലാം ലാഭമുണ്ടാക്കുകയും ചെയ്യുക എന്നത് തോമസിന് ഒരു ഹോബിയാണ്. 2-3 വരിയായി മണ്ണ് വെട്ടിക്കുട്ടിയാണ് ഇവിടെ കപ്പ നട്ടിരിക്കുന്നത്. കുമ്മായം, എല്ലുപൊടി, ചാണകപ്പൊടി ഇവ ഇട്ട് നട്ട ആമ്പക്കാടൻ ഇനമാണ് ഇത്. പിന്നീട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഇട കളച്ചു കൊടുക്കും. കപ്പയുടെ കരുത്ത് കണ്ടാൽ തന്നെ നല്ല വിളവ് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ചുവട്ടിൽ 10 കിലോയിൽ കുറയാറില്ല എന്നാണ് തോമസ് പറയുന്നത്. തോമസ് മാത്യു പളത്ത് എന്നയാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജൈവ കർഷകനാണ്. അദ്ദേഹം മഞ്ഞൾ, വാഴ, ഇഞ്ചി, അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷികൾ എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പാട്ടത്തിനടുത്താണ് ഈ കൃഷികളെല്ലാം ചെയ്യുന്നത്. കാരണം സ്വന്തമായി സ്ഥലം കുറച്ച് ഉള്ളതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഈ കൃഷി രീതികളിൽ ഏർപ്പെട്ടു പോകുന്നുണ്ട്.
അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ച് ഈ കൃഷി രീതികളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഈ നാട്ടിൽ എല്ലാവർക്കും തന്നെ കർഷകർക്ക് ഓരോ ആവശ്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഓരോ കൃഷികളും ചെയ്യുന്നത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. 3500 വാഴയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മേട്ടുപ്പാളയം വാഴവിത്താണ് ഇതിനു വേണ്ടി വാങ്ങിയത്. സാധാരണയായി ഇദ്ദേഹം മാർച്ച് മാസത്തിലാണ് വാഴ നടുന്നത്. വാഴ നടുന്നതിനും തോമസിന് സ്വന്തമായ ഒരു രീതിയുണ്ട്. ഒരടി താഴ്ത്തിയാണ് കുഴിയെടുക്കുന്നത്. കുമ്മായം തൂക്കി അതിനു മുകളിൽ 6 കിലോ കോഴിവളമിട്ട് വിത്ത് വെച്ച് മൂന്ന രീതിയാണ് തോമസ് പിന്തുടരുന്നത്. ചുവട്ടിൽ മണ്ണ് വെട്ടി കൂട്ടാറേയില്ല. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തറനിരപ്പിൽ നിൽക്കുന്നതിനാൽ 6 മാസം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വാഴ കുലയ്ക്കാറുണ്ട്. 17ാമത്തെ വാഴക്കൈ വന്നാൽ അടുത്തത് കുലയായിരിക്കും എന്നാണ് തോമസ് പറയുന്നത്. നട്ട് 1 മാസം കഴിഞ്ഞാൽ 20-25 ദിവസം വ്യത്യാസത്തിൽ 3 വളപ്രയോഗം കൂടി നടത്താറുണ്ട്. ആദ്യത്തെ വളം കടലപ്പിണ്ണാക്കിനൊപ്പം കുറച്ച് ഫാക്ടം ഫോസ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. 3ാമത്തെ വളപ്രയോഗത്തിൽ 50 ഗ്രാം പൊട്ടാഷ് ഒരു വാഴയ്ക്ക് എന്ന തോതിൽ ചുവട്ടിലിട്ട് കൊടുക്കും. ഏത്തവാഴയ്ക്ക് കുറച്ച് രാസവളം അത്യാവശ്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കുലച്ചു കഴിഞ്ഞാൽ താങ്ങ തൂണ് കൊടുക്കുന്ന പതിവ് ഇവിടെയില്ല. അതിനു പകരം ഒരടി വലിപ്പത്തിൽ ഒരു കമ്പ് മുറിച്ചെടുത്ത് അത് പ്ലാസ്റ്റിക് ചരട് കൊണ്ട് കെട്ടി ഒരു തോട്ടി ഉപയോഗിച്ച് വാഴക്കൈയുടെ ഇടയിലേക്ക് ഇടുന്നു. മറുവശത്തുള്ള വാഴയിലേക്ക് പ്ലാസ്റ്റിക് ചരട് വലിച്ചു കെട്ടുന്നു. വളരെ എളുപ്പം ചെയ്യാവുന്ന രീതിയാണിത്. കുല വിളഞ്ഞു കിട്ടാൻ 2 മാസം കൂടി വേണ്ടിവരും. ഒരു കുല 15 കിലോയിൽ കുറയാറില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വാഴക്കൃഷി നല്ല ആദായം തരുന്ന ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൃഷിയാണ്. ഈ വാഴക്കൃഷിക്ക് ഇടവിളയായി ചേന, മത്തൻ തുടങ്ങിയവയും കൃഷി ചെയ്തിരിക്കുന്നു. ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് നട്ടതാണ് ഈ ചേന. ചേനയ്ക്കും പ്രത്യേകം വളമൊന്നുമില്ല. 10 കിലോയിൽ കുറയാത്ത ചേനയാണ് സാധാരണയായി ലഭിക്കുന്നത്. മത്തൻ 15 ചുവട് ഒരു പരീക്ഷണമായി നട്ടുനോക്കിയതാണ്. ഒരു ചെടിയിൽ നിന്ന് 50 മത്തൻ വരെ ലഭിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പൊതുവെ വളക്കൂറുള്ള മണ്ണായതിനാലും മാറി മാറി കൃഷി ചെയ്യുന്നതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ വിളകളെല്ലാം നല്ല വിളവാണ് തരുന്നത്. കൃഷി ഉപജീവന മാർഗമായി തന്നെയാണ് തോമസും കുടുംബവും കാണുന്നത്. സ്വന്തമായി ഒരു വീട്, മകന്റെ പഠിത്തം, അത്യാവശ്യം ബാങ്ക് ബാലൻസ് എല്ലാം ഈ കൃഷിയിലൂടെ നേടിയെടുത്തു. ഇനിയും ഈ രീതി പിന്തുടർന്നു പോകാൻ തന്നെയാണ് തോമസിന്റെ ആഗ്രഹം. സ്വന്തമായി കൃഷിയിടമില്ലെങ്കിലും കൃഷി ചെയ്യാനുള്ള താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിലൂടെ വൻ വിജയമുണ്ടാക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുകയാണ് തോമസ് മാത്യുവും കുടുംബവും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം.
ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രീൻ ഹൌസ് നിർമ്മിക്കുന്നതിന് സബ്സിഡി. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സൗജന്യ വളം നൽകുന്ന പദ്ധതി. റബ്ബർ ബഡിംഗിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഗ്രീൻ ഹൌസ് നിർമ്മിക്കുന്നതിന് സബ്സിഡി നൽകുന്നു. 935 രൂപയാണ് ഒരു ചതുരശ്ര മീറ്ററിന് സബ്സിഡി നൽകുന്നത്. ഗാൽവനൈസ്ഡ് പൈപ്പുകൾ ഉപയോഗിച്ച് ചട്ടക്കൂടും അൾട്രാവയലറ്റ് സ്റ്റെബിലൈസ്ഡ് ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂരയും വശങ്ങളും നിർമ്മിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കൃഷിവകുപ്പിന്റെ കേരസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മേൽത്തരം കുള്ളൻ തെങ്ങുകളെ കണ്ടെത്തി അതിൽ നിന്നും വിത്ത് തേങ്ങ സംഭരിക്കുന്നു. ശാസ്ത്രീയ പരിപാലന മുറകളിലൂടെ വളർത്തിയ തൈകൾ കൃഷിഭവൻ വഴി വിതരണം ചെയ്യും. തെങ്ങിൻ തൈകൾ ഉണ്ടാക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിത്ത് തേങ്ങ നൽകാൻ താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കേരളത്തിലെ മണ്ണിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സൂക്ഷ്മ മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും നൽകുന്ന വളം വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. കേരളത്തിലെ മണ്ണ് പൊതുവെ ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയിൽ കുറവ് കാണിക്കുന്നു. കൂടാതെ ചെടികൾക്കാവശ്യമായ സൂക്ഷ്മ മൂലകങ്ങളും നമ്മുടെ മണ്ണിൽ കുറവാണ്. വിളകളുടെ ഉൽപാദനക്ഷമത കൂട്ടുന്നതിന് ഇവ മണ്ണിൽ ചേർക്കണം. 1 ഹെക്ടറിന് 20 കിലോഗ്രാം ബൊറാക്സ്, 10 കിലോഗ്രാം സിങ്ക് സൾഫേറ്റ്, 80 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ചേർക്കേണ്ടതുണ്ട്. വളങ്ങൾ സൗജന്യമായി ലഭിക്കുന്നതിന് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവൻ നഗരസഭയിൽ ഉൾപ്പെട്ട കർഷകർക്ക് മട്ടുപ്പാവിൽ കൃഷിക്ക് ആനുകൂല്യം നൽകുന്നു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പദ്ധതിയാണ് കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2367622 എന്ന നമ്പറിൽ വിളിക്കുക. റബ്ബർ ബഡിംഗിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബറിന്റെ വംശവർദ്ധനയ്ക്കായി അനുവർത്തിക്കുന്ന വിവിധ ബഡിംഗ് രീതികൾ, കപ്പ് തൈകൾ തയ്യാറാക്കൽ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലനം ഈ മാസം 26-ന് കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. ഫീസ് 400 രൂപയാണ്. താമസം ആവശ്യമുള്ളവർ 250 രൂപ പ്രതിദിനം നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2351313 എന്ന നമ്പറിലോ 0481 2353 എന്നീ നമ്പറുകളിലോ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി മാർക്കറ്റിൽ 10,600 രൂപ, കോഴിക്കോട് 11,600 രൂപ, തൃശൂരിൽ 10,200 രൂപ. കോപ്ര കൊച്ചിയിൽ 7,165 രൂപ, കോഴിക്കോട് 7,500 രൂപ. കൊപ്ര തൃശൂരിൽ 6,975 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,800 രൂപ, ഗാർബിൾഡ് 66,800 രൂപ. ചുക്ക് മീഡിയം 18,500 രൂപ, ബെസ്റ്റ് 20,000 രൂപ. മഞ്ഞൾ സേലത്ത് 7,700 രൂപ, ഈറോഡിൽ 8,000 രൂപ. അടയ്ക്ക പുതിയത് 21,000-നും 24,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11,400 രൂപ, 4ാം ഗ്രേഡ് 11,500 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11,350 രൂപ, 4ാം ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 10,600 രൂപ, കൊപ്ര 7,165 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,800 രൂപ, ഗാർബിൾഡ് 66,800 രൂപ. ചുക്ക് മീഡിയം 18,500 രൂപ, ബെസ്റ്റ് 20,000 രൂപ. അടയ്ക്ക പുതിയത് 21,000-നും 24,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 180-നും 200-നും മധ്യേ. തൊണ്ടില്ലാത്തത് 350-നും 370-നും മധ്യേ. ജാതിപത്രി 500-നും 800-നും മധ്യേ. ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, 4ാം ഗ്രേഡ് 11,500 രൂപ. ഒട്ടുപാൽ 7,800 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഗ്രാമീണ മേഖലകളിൽ നാളികേര വിളവെടുപ്പ് വ്യാപകമായി. കൊപ്ര സംസ്കരണം സജീവമായതോടുകൂടി വിപണികളിലേക്കുള്ള ചരക്ക് വരവ് ഉയർന്നു. മലബാർ മേഖലയിൽ തുടർച്ചയായ 2ാം ദിവസവും കൊപ്ര വില ഇടിഞ്ഞു. കൊച്ചി, തൃശൂർ വിപണികളിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ തളർച്ച രേഖപ്പെടുത്തി. ഏലക്കയുടെ ലഭ്യത കനത്തതോടുകൂടി നിരക്ക് ചാഞ്ചാടി. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ 87,190 കിലോഗ്രാം ഏലക്കയുടെ ഇടപാടുകൾ നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 820 രൂപയിലും
ശരാശരി ഇനങ്ങൾ 609 രൂപയായും താഴ്ന്നു. ടയർ വ്യവസായികൾ റബ്ബർ മാർക്കറ്റുകളിൽ താൽപര്യം കാണിച്ചെങ്കിലും ഷീറ്റ് വില ഉയർന്നില്ല. അതേസമയം ലാറ്റക്സ് ക്ഷാമം രൂക്ഷമായതിനാൽ കിലോ 84 രൂപയിൽ വിപണനം നടന്നു. കുരുമുളകിന്റെ ലഭ്യത കുറഞ്ഞിട്ടും ഉൽപ്പന്ന വിലയിൽ കാര്യമായ വ്യതിയാനം ദൃശ്യമായില്ല. ചുക്കുവിലയും സ്റ്റഡി നിലവാരത്തിലാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 25.3. കൊച്ചി 32, 24.2. ആലപ്പുഴ 33.9, 24.5. പുനലൂർ 34, 23.2. തിരുവനന്തപുരം കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.